സമൂഹ മാധ്യമങ്ങളിൽ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ യൂട്യൂബർ തൊപ്പിക്ക് വീണ്ടും നോട്ടീസ് അയച്ചിട്ടുണ്ട് ആലുവ റൂറൽ സൈബർ പോലീസ്. അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. നേരത്തെ തൊപ്പി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തീർപ്പാക്കിയിരുന്നു. സഹിൻ ആന്റണി വിവരങ്ങളുമായിട്ടുണ്ട്. സഹിൻ, ഈ തൊപ്പിക്കെതിരെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഇനി ചുമത്താൻ കേസുകളൊന്നുമില്ല. ഇപ്പൊ ഈ പുതിയ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഏത് കേസിനാണ്? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ തൊപ്പിക്കെതിരെ നിരവധി കേസുകളുണ്ട്. ഒരു സാമൂഹിക ശല്യമായി ഒരു ഘട്ടത്തിൽ മാറിയിരുന്നു തൊപ്പിയുടെ കൂട്ടാളികളെല്ലാവരും. കാരണം തൊപ്പിയുടെ നമ്മൾക്കറിയാലോ, തൊപ്പിയുടെ ഫാൻസ് എന്നൊക്കെ പറയുന്നത് 10, 12, 15 വയസ്സുള്ള കുട്ടികളൊക്കെയാണ്. ഇവർ കേൾക്കെ ഈ വലിയ എടുത്താൽ പൊങ്ങാത്ത തെറി പറയുക, ചീത്ത വിളിക്കുക, ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ തന്നെ സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ ആ യൂട്യൂബിലൂടെ പ്രദർശിപ്പിക്കുക, ഇതൊക്കെ ഇതൊരു വിനോദമായിരുന്നു തൊപ്പിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ വായെടുത്താൽ ഈ ചെറുക്കൻ ചീത്തയല്ലാതെ മറ്റൊന്നും പറയില്ലായിരുന്നു. എന്തായാലും പോലീസ് കാര്യമായി തന്നെ നടപടികളിലേക്ക് കടന്നു. ഇതോടുകൂടി തൊപ്പി ഒളിവിൽ പോയി, എവിടെയൊക്കെ പോയി ഒളിവിലിരുന്ന് അവസാനം തൊപ്പിക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും പോലീസിൻ്റെ മുമ്പിൽ തൊപ്പി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ തൊപ്പിയെ പോലീസിന് മുമ്പിൽ വരുത്തുമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിലാണ് കേരള പോലീസും. ആലുവ റൂറൽ പോലീസ് ഇത് സംബന്ധിച്ച തൊപ്പിക്ക് നോട്ടീസ് ഒരു തവണ കൊടുത്തിരുന്നു. അന്ന് തൊപ്പി ഹാജരായില്ല. ഇനിയും പോലീസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ച ഹാജരാകാൻ പറഞ്ഞാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. ഇനിയും തൊപ്പി ഹാജരായില്ലെങ്കിൽ സ്വാഭാവികമായും തൊപ്പിയുടെ ജാമ്യം നിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കോടതിയെ സമീപിക്കും. അതുകൊണ്ട് തന്നെ തൊപ്പി ഹാജരാകാനുള്ള സാധ്യതയാണ് ഏറെയുള്ളത്. എന്തായാലും ഇതോടുകൂടിയെങ്കിലും തൊപ്പിയുടെയും കൂട്ടുകാരുടെയും ഒരു സാമൂഹ്യ ശല്യം ഒഴിവായി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചെയ്തു. ഓക്കെ സഹിൻ, ശരി. ഈ നടപടികളൊക്കെ ഇത്രയും വൈകിപ്പോയിട്ട് എന്തെന്നുള്ളത് ഇപ്പോഴും തൊപ്പിയെ കണ്ടെത്തിയിട്ടൊന്നുമില്ല. ഇയാൾക്കെതിരെ കുറേ കേസൊക്കെ ചുമത്തുന്നല്ലാതെ തൊപ്പി എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും വിവരമൊന്നുമില്ല. പക്ഷേ എന്തൊരു സാമൂഹിക ശല്യമായിരുന്നു അയാളെ ഫോളോ ചെയ്യുന്ന പിള്ളേർ. ഇപ്പോൾ സഹിൻ ആന്റണി തന്നെ പറഞ്ഞ പോലെ ചെറിയ കുട്ടികളാണ് ഈ തൊപ്പിയൊക്കെ ഫോളോ ചെയ്യുന്നതും അവരെയൊക്കെ എടുത്ത് തലയെ വെച്ചുകൊണ്ട് നടക്കുന്നതും ഒക്കെയും. ഈ പിള്ളേരൊക്കെ വഴിതെറ്റി പോവില്ലേ? ഇമാതിരിയാണ്. ഒരു കാര്യം മെനക്കി പറയില്ല. അങ്ങനെ ഉള്ളവർക്കൊക്കെ ഇത്രയും ഫോളോവേഴ്സ് ഇത്ര കാലം എങ്ങനെ നിലനിന്നു എന്നുള്ളതാണ്.